Hi all, welcome to Wings to Win Education. Monopoly. What is monopoly? Monopoly is a market structure in which there is a single seller. There are no close substitutes for the commodity it produces and there are barriers to entry. ഒരു മോണോപോളി മാർക്കറ്റിൽ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സിംഗിൾ സെല്ലർ ഉണ്ടായിരിക്കും, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ സിംഗിൾ സെല്ലർ സെയിൽ നടത്തുന്ന കമ്മോഡിറ്റി എന്ന് പറയുന്നത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അവൈലബിൾ അല്ലാത്ത കമ്മോഡിറ്റീസ് ആയിരിക്കും. ദെൻ ഈ ഒരു മാർക്കറ്റിലേക്ക് മറ്റു ഫേംസിന് വളരെ പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എൻട്രി ബ്ലോക്കഡ് ആയിട്ടുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ലഭ്യമല്ലാത്ത കമ്മോഡിറ്റീസ് സെയിൽ നടത്തുന്ന ഒരു സിംഗിൾ സെല്ലർ മാത്രമുള്ള ഒരു മാർക്കറ്റാണ് മോണോപോളി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ആൻഡ് റവന്യൂ. ഈ ഒരു മോണോപോളി മാർക്കറ്റിൻ്റെ ഡിമാൻഡും റവന്യൂവും ഏത് തരത്തിലുള്ളതാണ്? ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. Since there is a single firm in the industry, the firm's demand curve is the industry's demand curve. സിംഗിൾ ഫേം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഫേമും ഇൻഡസ്ട്രിയും സെയിം ആയിരിക്കും. ഒരുപാട് ഫേംസ് കൂടിയതാണല്ലോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഒരു ഫേം മാത്രമേ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി സെയിൽ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് ഫേം ഈസ് ഓൾസോ ഈക്വൽ ടു ഇൻഡസ്ട്രി. ഫേമും ഇൻഡസ്ട്രിയും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ഡിമാൻഡ് കർവ് തന്നെയായിരിക്കും ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിച്ച സമയത്ത് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിൻ്റെ പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും ഡിമാൻഡ് കർവിൽ മാറ്റമുണ്ടായിരുന്നു. പക്ഷേ മോണോപോളിയുടെ കേസിൽ ഫേമും ഇൻഡസ്ട്രിയും സെയിം ആണ്. ബിക്കോസ് ദി ഫേംസ് ഡിമാൻഡ് കർവ് ഈസ് ഓൾസോ equal to the industry's demand curve. This curve is assumed known and has a downward slope. ഈ കർവ് എന്താണ്? ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ദി ഡിമാൻഡ് ഇക്വേഷൻ സെറ്ററിസ് പാരിബസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു B0 മൈനസ് B1P. ഡിമാൻഡ് ഇക്വേഷൻ എന്താണ്? നമ്മൾ പ്രൈസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സെറ്ററിസ് പാരിബസ് എന്ന് പറഞ്ഞിട്ടുള്ള അസംഷനെയാണ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതർ തിങ്സ് ആർ ബീയിങ് കോൺസ്റ്റൻറ്റ്. മറ്റു ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിയാൽ എക്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? B0 മൈനസ് B1P ആയിരിക്കും. B0 എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർസെപ്റ്റ് ആണ്. B1 എന്ന് പറയുന്നത് സ്ലോപ്പാണ്. P എന്ന് പറയുന്നത് പ്രൈസാണ്. നമ്മുടെ എക്സ് ഈസ് ഈക്വൽ ടു B0 മൈനസ് B1P എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിമാൻഡ് ഇക്വേഷൻ ഓഫ് എ മോണോപോളിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിമാൻഡ് കർവ് നോക്കാം. ഇവിടെ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ കേസിൽ ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും MR കർവും പിയും ഒക്കെ സെയിം ആയിരുന്നു. പക്ഷേ മോണോപോളിസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതാണ് MR കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവും AR കർവും സെയിം ആയിരിക്കും. അത് ഇങ്ങനെയായിരിക്കും. AR കർവിൻ്റെ താഴെയായിരിക്കും MR കർവ് വരുന്നത്. MR കർവും AR കർവും എന്ത് തന്നെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. The slope of the demand curve is dx is equal to minus b1. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് മൈനസ് B1 എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷനിൽ B0 മൈനസ് B1P എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിമാൻഡ് ഇക്വേഷൻ. അതിൽ മൈനസ് B1 ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്. ഇതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? dx ഡിവൈഡഡ് ബൈ dp ഇൻറ്റു p/x എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് B1 ഇൻറ്റു p/x. ഇതിന് മൈനസ് D1 ഇൻറ്റു p/xന് ഈക്വൽ ആയിരിക്കും. കാരണം dx/dp എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രൈസ്. അത് എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ സ്ലോപ്പിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് വൈ മൈനസ് D1 ഇൻറ്റു p/x എന്നുള്ളതായിട്ട് ഈ ഇക്വേഷനെ നമുക്ക് ചുരുക്കി എഴുതാൻ കഴിയും. ദെൻ കോസ്റ്റ്. ഒരു മോണോപോളിസ്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഇൻ ദി ട്രഡീഷണൽ തിയറി ഓഫ് മോണോപോളി ദി ഷേപ്സ് ഓഫ് ദി കോസ്റ്റ് കർവ്സ് ആർ ദി സെയിം ആസ് ഇൻ ദി തിയറി ഓഫ് പ്യുവർ കോമ്പറ്റീഷൻ. ട്രഡീഷണൽ തിയറി പ്രകാരം മോണോപോളിസ്റ്റിൻ്റെ കോസ്റ്റ് കർവുകൾക്കൊക്കെ പ്യുവർ കോമ്പറ്റീഷനിൽ എന്ത് ഷേപ്പാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് മോണോപോളിയിലും ഉള്ളത്. The AVC, MC and ATC are U-shaped.
AVCയും MCയും ATCയും എന്താണ് യു ഷേപ്പ്ഡ് ആണ്. വൈൽ ദി AFC ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. AFCക്ക് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് ഉള്ളത്. നമ്മുടെ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മോണോപോളിസ്റ്റിൻ്റെയും കോസ്റ്റ് കർവുകൾ വരുന്നത്. However, the particular shape of the cost curve does not make any differences to the determination of the equilibrium of the frame, provided that the slope of the MC is greater than the slope of the MR. The MC curve is not the supply curve of the monopolist as in the case of pure competition. In monopoly, there is no unique relationship between price and the quantity supplied. ക്വാണ്ടിറ്റി സപ്ലൈഡിലും പ്രൈസിലും എന്തില്ല, ഒരു യുണീക്ക് റിലേഷൻഷിപ്പ് മോണോപോളിയുടെ കേസിൽ ഇല്ല. മാത്രമല്ല MC കർവ് എന്ന് പറയുന്നത് ഇവിടെ സപ്ലൈ കർവായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. പ്യുവർ കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞു MC കർവിൻ്റെ അപ്വേർഡ് പോർഷൻ ആയിരുന്നു, അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷൻ ആയിരുന്നു എന്ത് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു മോണോപോളിയുടെ കേസിൽ എന്താവില്ല, MC കർവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സപ്ലൈ കർവ് എന്ന് പറയുന്നത് MC കർവിൻ്റെ അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷൻ അല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ദെൻ ഇനി ഇക്വിലിബ്രിയം നോക്കാം. ഒരു മോണോപോളിസ്റ്റിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് മോണോപോളിസ്റ്റ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്? ദി മോണോപോളിസ്റ്റ് മാക്സിമൈസസ് ഷോർട്ട് റൺ പ്രോഫിറ്റ് ഇഫ് ദി ഫോളോയിങ് 2 കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. ഈ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് ഒരു മോണോപോളിസ്റ്റ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഫസ്റ്റ്ലി ദി MC ഈസ് ഈക്വൽ ടു MR. ഫസ്റ്റ്ലി എന്താണ്, MCയും MRും ഈക്വൽ ആവണം. സെക്കൻഡ്ലി ദി സ്ലോപ്പ് ഓഫ് ദി MC ഈസ് ഗ്രേറ്റർ ദാൻ ദി സ്ലോപ്പ് ഓഫ് ദി MR അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. MCയും MRും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ MCയുടെ സ്ലോപ്പ് MRനേക്കാളും ഗ്രേറ്റർ ദാൻ ആവണം. അതായത് MC MRനെ താഴെ നിന്നും കട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. Below, the equilibrium of the monopolist is defined by point D at which the MC intersect the MR curve from below. Thus, both the conditions for equilibrium are fulfilled. Price is PM and the quantity is X. The monopolist realizes excess profit equal to the shaded area APMCB. നമുക്ക് നോക്കാം ഈ പറഞ്ഞത് ഒരു ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ ഇതാണ് മോണോപോളിസ്റ്റിൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ MR കർവ് ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ AR ഓർ ഡിമാൻഡ് കർവ് ഉണ്ട്. ഇതാണ് നമ്മുടെ AC കർവ്, ഇതാണ് നമ്മുടെ SMC കർവ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? MC ഈസ് ഈക്വൽ ടു MR ആണ്. MC ഈസ് ഈക്വൽ ടു MR ഇവിടെ സംഭവിക്കുന്നു. ദെൻ MCയുടെ സ്ലോപ്പ് എന്തിനേക്കാൾ ഗ്രേറ്റർ ആവണം? MRനേക്കാളും ഗ്രേറ്റർ ആവണം. അതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ E എന്ന് പറയുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ ഫേം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏൺ ചെയ്തിട്ടുള്ളതെന്ന് അറിയണം അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് ഡിമാൻഡ് കർവിലേക്ക് വരയ്ക്കും. എന്നിട്ട് ഈ ഡിമാൻഡ് കർവിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ടോട്ടൽ ഏരിയയാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. OXM CPM എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ AC-യുടെ പോർഷൻ ഏതാണോ അത്രയും എന്ത് വരുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. ഈ ഫുൾ ഏരിയ OPM CXM എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ റവന്യൂ. അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള OA BXM മൈനസ് ചെയ്യണം. ബാക്കി വരുന്ന ഏരിയ ഏതാണ്? ഈ APM CB എന്ന് പറയുന്നതാണ് ബാക്കി വരുന്ന ഏരിയ. ദാറ്റ് മീൻസ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ AC ആൻഡ് AR ആണെന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഹിയർ AR ഈസ് ഗ്രേറ്റർ ദാൻ AC, ദാറ്റ് ഈസ് വൈ ദി ഫേം ഏൺസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പ്രൈസ് ഈസ് ഹയർ ദാൻ ദി MR. പ്രൈസ് എന്താണ്? ഒരു മോണോപോളിസ്റ്റിൻ്റെ പ്രൈസ് എപ്പോഴും MRനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഇൻ പ്യുവർ കോമ്പറ്റീഷൻ ദി ഫേം ഈസ് എ പ്രൈസ് ടേക്കർ സോ ദാറ്റ് ഇറ്റ്സ് ഓൺലി ഡിസിഷൻ ഈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. പ്യുവർ കോമ്പറ്റീഷൻ്റെ കേസിൽ ഫേം എന്ന് പറയുന്നത് പ്രൈസ് ടേക്കറാണ്. പക്ഷെ ഒരു മോണോപോളിസ്റ്റ് പ്രൈസ് മേക്കറാണ്. മീൻസ് അവർക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ദാറ്റ് ഈസ് ഓൺലി ഡിസിഷൻ ഇൻ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. അതായത് പ്യുവർ കോമ്പറ്റേറ്റീവ് ഫേം എന്ന് പറയുന്നത് ഒരു പ്രൈസ് ടേക്കർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. പക്ഷേ ഒരു മോണോപോളിസ്റ്റ് ഈസ് ഫേസ്ഡ് ബൈ 2 decisions, setting his price and his output. However, given the downward sloping demand curve, the 2 decisions are interdependent.
അതായത് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഒരു മോണോപോളിസ്റ്റിനുണ്ട്. അവർക്ക് ഒന്നെങ്കിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാൻ, അങ്ങനെയാണുള്ളത്. രണ്ടും ഒരുമിച്ച് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. കാരണം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ആർ ഇന്റർ ഡിപ്പെൻഡൻറ്റ്, രണ്ടും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്നെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു പ്രൈസിന് എന്ത് ചെയ്യാം, എത്ര ക്വാണ്ടിറ്റി ആണോ സെയിൽ ചെയ്യാൻ നടത്തുന്നത്, അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റീനെ ആ പ്രൈസിൽ അവർക്ക് സെയിൽ നടത്താം. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്തിട്ട് ആ ഒരു ഔട്ട്പുട്ട് സെയിൽ നടത്തുന്നതിന് എത്ര പ്രൈസ് വരുമോ, ഈ ഒരു കണ്ടീഷൻ പ്രകാരം എത്ര പ്രൈസ് വരുമോ ആ ഒരു പ്രൈസ് അവർക്ക് ഈടാക്കാം. ഇത്രയേ ഉള്ളൂ എന്ത് അവരുടെ പവർ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്, പ്യുർ കോമ്പറ്റേറ്റീവ് ഫേമിനേക്കാളും അവർക്ക് 2 ഡിസിഷൻസ് എടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യാം. പക്ഷേ പ്യുർ കോമ്പറ്റേറ്റീവ് ഫേമിന് ഒരേ അധികാരം മാത്രമേ ഉള്ളൂ, എന്ത്, ഔട്ട്പുട്ട് മാത്രമേ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയൂ. ഒരു തരത്തിലും അവർക്ക് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. ഇൻഡസ്ട്രിയിലുള്ള പ്രൈസിനെ ഏറ്റെടുത്തിട്ട് അതിൽ എത്ര സെയിൽ നടത്തണം എന്നുള്ള അധികാരം മാത്രം ഡിറ്റർമിൻ ചെയ്യാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ, പ്യുർ കോമ്പറ്റേറ്റീവ് ഫേമിനുള്ളൂ. The monopolist will either set his price and sell amount that the market will take at it, or he will produce the output defined by the intersection of MC and MR, which will be sold at the corresponding price P. നമ്മൾ പറഞ്ഞ പോലെ എം സിയും എം ആറും ഈക്വൽ ആവുന്ന പോയിന്റിൽ നിന്നും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിൽ നിന്നും ഡിമാൻഡ് കർവിലേക്ക് ഒരു ഇത് വരച്ചാൽ ഒരു ലൈൻ വരച്ചിട്ട് അതിന് സമാനമായിട്ടുള്ള പ്രൈസ് അവർക്ക് ഈടാക്കാവുന്നതാണ്. Then the monopolist cannot decide independently both the quantity and the price at which he wants to sell it. ഒരേ സമയം ക്വാണ്ടിറ്റിയും പ്രൈസും അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. The crucial condition for the maximization of the monopolist's profit is the quality of his MC and the MR, provided that the MC cuts the MR from below. Then long run equilibrium. In the long run, the monopolist has the time to expand his plant or to use his existing plant at any level which will maximize his profit. ലോങ് റണ്ണിൽ മോണോപോളിസ്റ്റിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്, അവരുടെ പ്ലാന്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്ലാന്റിനെ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള സമയവും ഉണ്ട്. Neither is there any guarantee that he will use his existing plant at optimum capacity. അവർ ഒപ്റ്റിമം കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യണം എന്നില്ല, എക്സിസ്റ്റിംഗ് പ്ലാന്റിനെ യൂസ് ചെയ്യണം എന്നില്ല. വാട്ട് ഈസ് സർട്ടൈൻ ഈസ് ദാറ്റ് ദി മോണോപോളിസ്റ്റ് വിൽ നോട്ട് സ്റ്റേ ഇൻ ബിസിനസ് ഇഫ് ഇ മേക്ക് ലോസസ് ഇൻ ദി ലോങ് റൺ. ലോങ് റണ്ണിൽ അവർ ലോസ് ആണ് മേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു മോണോപോളിസ്റ്റ് ലോങ് റണ്ണിൽ ലോസ് ആണ് നേരിടുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ആ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോവില്ല, ആ ബിസിനസ്സിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്ത് പോകും. He will most probably continue to earn supernormal profits even in the long run, given that entry is barred. അതായത് എൻട്രി എന്താണ്, എൻട്രി ക്ലോസ്ഡ് ആണല്ലേ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എവിടെ ഇല്ല, മൊണോപോളിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബാൻ ചെയ്തത് കാരണം, എൻട്രി ബാൻ ചെയ്തത് കാരണം എക്സിറ്റ് വേണമെങ്കിൽ സംഭവിക്കാം. കാരണം ഒരു ഫേം ലോസ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ക്ലോസ് ചെയ്തിട്ട് പോവും. ഇനി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആവും. മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കും, അധിക സമയവും ആ ഒരു മൊണോപോളിസ്റ്റും ലോങ് റണ്ണിലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യുക. കാരണം അവരുടെ എൻട്രി ബ്ലോക്ക്ഡ് ആണ്. However, the size of his plant and the degree of utilization of any given plant size depends entirely on the market demand. അവരുടെ മാർക്കറ്റ് ഡിമാൻഡിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ്, പ്ലാന്റ് സൈസും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് സൈസും അതുപോലെ തന്നെ അവരുടെ സൈസ് ഓഫ് ഇസ് പ്ലാന്റും ഡിഗ്രി ഓഫ് യൂട്ടിലൈസേഷനും, എത്ര സൈസാണ് പ്ലാന്റിന് വരുന്നത്, ആ പ്ലാന്റിനെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ മാർക്കറ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തിരിക്കും. മാർക്കറ്റ് ഡിമാൻഡ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്ലാന്റ് സൈസ് ഹയർ ആക്കുകയും എക്സ്പാൻഡ് ചെയ്യുകയും ആ ഒരു എക്സ്പാൻഡ് ചെയ്ത പ്ലാന്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. He may reach the optimal scale. Optimal scale means minimum point of LAC, or remain at a sub-optimal scale, falling part of the LAC, or surpass the optimal scale, expand beyond the minimum LAC, depending on the market condition. മാർക്കറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ചാണ് അവർ LACൻ്റെ ഏത് പോർഷനിൽ പ്രൊഡക്ഷൻ നടത്തണം എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഒപ്റ്റിമൽ സ്കെയിൽ എവിടെയായിരിക്കും, മിനിമം LACയുടെ മിനിമം പോയിന്റിൽ
പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒപ്റ്റിമൽ പോയിന്റിലെത്തും. ഇനി ഫോളിംഗ് പോർഷനിലാണ് എന്നുണ്ടെങ്കിൽ സബ് ഒപ്റ്റിമൽ സ്കെയിൽ ആയിരിക്കും. ഇനി അതിൻ്റെ റൈസിങ് പോർഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് സർപ്പാസ് ദി ഒപ്റ്റിമൽ സ്കെയിലും കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് എന്ത് നടത്തിയിട്ടുള്ളത്, അവരുടെ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മാർക്കറ്റ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Case in which the market size does not permit the monopolist to expand to the minimum point of LAC. മിനിമം പോയിന്റ് ഓഫ് LACൻ്റെ കൂടുതലായിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, എക്സ്പാൻഡ് ചെയ്യാറില്ല. ഇൻ ദിസ് കേസ് നോട്ട് ഓൺലി is his plan of sub-optimal size but also the existing plan is underutilized ചെയ്തായിരിക്കും അവർ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. കാരണം LACയുടെ ഫോളിംഗ് പോർഷനിലാണ് അവരെപ്പോഴും പ്രൊഡക്ഷൻ നടത്തുന്നത്. ഒരിക്കലും LACയുടെ മിനിമം പോയിന്റിൽ പ്രൊഡക്ഷൻ നടത്താറില്ല. കാരണം സിംഗിൾ സെല്ലർ അല്ല അവിടെ ഉള്ളൂ, കോമ്പറ്റീഷൻ വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറില്ല. ദെൻ ഇതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോണോപോളിസ്റ്റിൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയം മീൻസ് അവർ പ്രോഫിറ്റ് തന്നെയാണ് അവർ ഏൺ ചെയ്യുന്നത്. This is because to the left of the minimum point of the LAC, the SRAC is tangent to the LAC at its falling part, and also because the short run MC must be equal to the LRMC. This occurs right while the minimum LAC is at band, the optimal use of the existing plant is at A. Since it is utilized at the level E dash, there is excess capacity. ഇവിടെ ഡിമാൻഡ് AR കർവ് ഓർ ഡിമാൻഡ് കർവ് ആണിത്. ഇവിടെ നമ്മുടെ MR കർവ് ഉണ്ട്. ഈ MR കർവും ലോങ് റൺ MC കർവും ടാൻജൻറ്റ് ചെയ്യുന്നത് E എന്ന് പറയുന്ന പോയിന്റിലാണ്. അതിൽ നിന്നും നമ്മൾ LAC എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ LACയുടെ ഈ ഫോളിംഗ് പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫോളിംഗ് പോർഷനിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ദെൻ P എന്ന് പറയുന്ന LACയുടെ മിനിമം പോയിന്റ് ഇവിടെയാണ്, ഈ R എന്ന് പറയുന്ന പോയിന്റിലാണ്. പക്ഷേ ഈ H എന്ന് പറയുന്ന പോയിന്റിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്, ഫോളിംഗ് പോർഷനിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ LACയുടെ ഈ ഒരു ഫോളിംഗ് പോർഷനിലായിരിക്കും MR കർവ് അതിനെ ടാൻജൻറ്റ് ചെയ്യുന്നത്. ഈ P എന്ന് പറയുന്ന പ്രൈസാണ്, ഇതിന് AR എന്ന് പറയുന്ന കർവ്. MR = MCക്ക് സമാനമായിട്ടുള്ള പ്രൈസ് ഏതാണ്, ഈ OK എന്ന് പറയുന്ന പ്രൈസാണ്, ഓർ QP എന്ന് പറയുന്ന പ്രൈസാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, AC ഈസ് ലെസ് ദാൻ AR, ദാറ്റ് ഈസ് വൈ ദി ഫേം ഏൺസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഈ HP എന്ന് പറയുന്ന ഈ HPKN എന്ന് പറയുന്ന ഏരിയയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. OKPQ ആണ് ടോട്ടൽ റവന്യൂ, ONHQ ആണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് എത്ര വരും, NKPH എന്ന് പറയുന്ന ഏരിയ വരും. ഇനി ഈ ഫേം LACയുടെ മിനിമം പോയിന്റിലല്ല എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു പ്ലാന്റിനെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ H2R എന്നുള്ളത് എന്താണ്, ഇതിൻ്റെ എക്സസ് കപ്പാസിറ്റിയാണ്. ഇത്രയും കപ്പാസിറ്റി ഫേമിനുണ്ട്, കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഇത്രയും ഉണ്ട്. പക്ഷെ അവർ എക്സസ് ആയിട്ട് ആ കപ്പാസിറ്റിയുടെ അവിടെ വെച്ചിട്ടുണ്ട്, കപ്പാസിറ്റി എക്സസ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയനെ നമ്മൾ എക്സസ് കപ്പാസിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ മെഷർമെൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് മോണോപോളി പവർ. ഒരു മോണോപോളി ഫേമിന് മോണോപോളി പവർ ഉണ്ടായിരിക്കും, കാരണം ഒരു സിംഗിൾ പ്രൊഡ്യൂസറും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സുമാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, ഒരു മോണോപോളി പവർ ഉണ്ട്, അവർക്കൊരു പവർ ഉണ്ട്. Producers or sellers in monopolistic competition and oligopoly enjoy monopoly power to a greater or less degree. മോണോപോളിയും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും അതുപോലെ ഒലിഗോപോളിയൊക്കെ ഈ ഒരു മോണോപോളി പവറിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാവും. മോണോപോളി പവർ ഇൻഡിക്കേറ്റ് ദി ഡിഗ്രി ഓഫ് കൺട്രോൾ വിച്ച് എ പ്രൊഡ്യൂസർ ഇസ് ഓവർ ദി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓവർ ഹിസ് പ്രോഡക്ട്സ്. മോണോപോളി പവർ എന്താണ്, ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. അവരുടെ പ്രൈസിനെയും അതുപോലെ തന്നെ ഔട്ട്പുട്ടിനെയും കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു എന്താണ്, പവറിനെയാണ് മൊണോപോളി പവർ എന്ന് പറയുന്നത്. അത് മൊണോപോളിക്കാണ് മൊണോപോളി പവർ കൂടുതലായിട്ടുള്ളത്. പ്യുവർ കോമ്പറ്റീഷൻ്റെ കേസിൽ മൊണോപോളി പവർ തീരെ ഇല്ല. പക്ഷേ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഒലിഗോപോളിയും എന്ത് ചെയ്യുന്നുണ്ട്, മൊണോപോളി പവർ ഈൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡിഗ്രി എത്രയാണ് മോണോപോളി പവർ എന്നുള്ള ഡിഗ്രിയിൽ വ്യത്യാസം വരും. ഇനി ഈ മോണോപോളി പവർ കണ്ടെത്തുന്നതിനുള്ള ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. എന്നൊക്കെയാണ് മെഷർമെൻറ്റ് ഓഫ് മോണോപോളി പവർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലേണേഴ്സ് മെഷർ. The earliest measure is developed by AP Lerner in terms of bargaining strength. ബാർഗൈനിങ് സ്ട്രെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് AP Lerner
എന്ത് ലേണേഴ്സ് മെഷർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഈസ് ദി മെഷർ ഓഫ് ദി ഡിഗ്രി ഓഫ് മോണോപോളി പവർ. എപി ലേണർ പറയുന്നത് ഡിഗ്രി ഓഫ് മോണോപോളി പവർ മെഷർ ചെയ്യുന്നത് പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. എ സെല്ലേഴ്സ് മോണോപോളി പവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് എബിലിറ്റി ടു സെൽ ഹിസ് പ്രോഡക്ട്സ് അറ്റ് എ പ്രൈസ് മച്ച് എബോവ് ഹിസ് മാർജിനൽ കോസ്റ്റ്. ഒരു മോണോപോളിയുടെ പവർ, ഒരു സെല്ലറുടെ മോണോപോളി പവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അവർക്ക് അവരുടെ മാർജിനൽ കോസ്റ്റിന് എത്ര മുകളിലായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനും ആ പ്രൈസിൽ സെയിൽ നടത്താനും കഴിയുന്നുണ്ടോ, ആ ഒരു കഴിവിനെ, ആ ഒരു എബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ഫേമിൻ്റെ മോണോപോളി പവർ എന്നുള്ളതാണ് ലേണർ പറയുന്നത്. അതായത് കോസ്റ്റിനേക്കാൾ എത്ര മുകളിലായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനും ആ പ്രൈസിൽ സെയിൽസ് നടത്താനും കഴിയുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവരുടെ മോണോപോളി പവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും എംസിയും കോസ്റ്റും പ്രൈസും തമ്മിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസസ് ഉള്ള ഫേം ആയിരിക്കും ഏറ്റവും കൂടുതൽ മോണോപോളി പവർ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദി ലാർജർ ദി ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് എംസി, ദി ഗ്രേറ്റർ ദി മോണോപോളി പവർ. എംസിയും പ്രൈസും തമ്മിലുള്ള ഡിഫറൻസസ് കൂടുതലാവുന്ന ഒരു ഫേം എന്തായിരിക്കും? കൂടുതൽ മോണോപോളി പവർ ഏൺ ചെയ്യുന്നുണ്ട്. ഡിഗ്രി ഓഫ് മോണോപോളി പവർ ഈസ് ഈക്വൽ ടു പ്രൈസ് മൈനസ് എം സി ബൈ പി. ഈ എപി ലേണേഴ്സ് മെഷർ പ്രകാരം ഡിഗ്രി ഓഫ് മോണോപോളി പവർ കാണുന്നതിനുള്ള ഇക്വേഷനാണ് പി മൈനസ് എം സി ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത്. When competition is pure or perfect, price is equal to MC and therefore Lerner's index of monopoly power is equal to 0. പ്യുർ കോമ്പറ്റീഷൻ്റെ കേസിൽ പ്രൈസ് എന്ന് പറയുന്നത് എം സിക്ക് സമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ലേണേഴ്സ് ഇൻഡെക്സ് പ്രകാരം അവരുടെ മോണോപോളി പവർ 0 ആയിരിക്കും. ദാറ്റ് ഇൻഡിക്കേറ്റ് നോ മോണോപോളി പവർ അറ്റ് ഓൾ. അതായത് പ്യുർ കോമ്പറ്റീഷൻ്റെ കേസിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ മോണോപോളി പവർ 0 ആണ്, തീരെ ഇല്ല. When the monopolized product entails no cost of production, the MC will be equal to 0. So the index become 1. ഇനി മോണോപോളിസ്ഡ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ, മോണോപോളി പ്രൊഡക്റ്റിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ ഇൻഡെക്സ് 1 ആയിരിക്കും. ദി ലേണേഴ്സ് ഇൻഡെക്സ് ഓഫ് മോണോപോളി പവർ ക്യാൻ വാരി ഫ്രം 0 to infinity. 0 to infinity വരെയാണ് ഈ ഒരു മോണോപോളി പവർ ഇൻഡെക്സ്. ഏതിൻ്റെ ഇൻഡെക്സ്? ലേണേഴ്സ് ഇൻഡെക്സിൻ്റെ മോണോപോളി പവർ 0 to infinity എന്ന് പറയുന്ന ഒരു ഡിഗ്രിയിലാണ് നിലനിൽക്കുന്നത്. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ഇൻഡെക്സ്, ദ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് മോണോപോളി പവർ. ഒരു ഇൻഡെക്സിന്റെ വാല്യൂ കൂടുന്തോറും മോണോപോളി പവറും കൂടും. ഇഫ് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇൻവേഴ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ലേണേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്? ഈ ഒരു മോണോപോളി പവർ എന്ന് പറയുന്നത്. The degree of monopoly varies inversely with the elasticity of the demand of the good. ഇലാസ്റ്റിസിറ്റിയുടെ ഇൻവേഴ്സ് ആയിട്ടാണ് ഡിഗ്രി ഓഫ് മോണോപോളി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വാരി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെഷറാണ് ട്രിഫിൻസ് മെഷർ എന്ന് പറയുന്നത്. പ്രൊഫസർ റോബർട്ട് ട്രിഫിൻ ഹാസ് ഇംപ്രൂവ്ഡ് അപ്പോൺ ലേണേഴ്സ് മെഷർ ബൈ സജസ്റ്റിംഗ് പ്രൈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് ഇൻവേഴ്സ് ആയിട്ടായിരുന്നു ലേണേഴ്സിൻ്റെ മെഷർ ഓഫ് മോണോപോളി പവർ കണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ക്രോസ് ഇലാസ്റ്റിസിറ്റീനെ പ്രൈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് നിൽക്കുന്നത്? ട്രിഫിൻസ് മെഷർ നിലനിൽക്കുന്നത്. ഈ ഒരു ക്രോസ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടാണ് ട്രിഫിനെ മോണോപോളി പവറിനെ മെഷർ ചെയ്തിട്ടുള്ളത്. ദി സ്മോളർ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് ഓഫ് എ ഫേം, ദി ഗ്രേറ്റർ ദ ഡിഗ്രി ഓഫ് മോണോപോളി പവർ എൻജോയ്ഡ് ബൈ ദി ഫേം ആൻഡ് വൈസ് വേഴ്സ. ഒരു ഫേമിൻ്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ, ഏറ്റവും സ്മോളർ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ മോണോപോളി പവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റിയും മോണോപോളി പവറും ഇൻവേഴ്സ് റിലേഷനാണ് കാണിക്കുന്നത്. ക്രോസ് ഇലാസ്റ്റിസിറ്റി വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ വളരെ വലുതായിരിക്കും മോണോപോളി പവർ. ഇനി ക്രോസ് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മോണോപോളി പവർ കുറവായിരിക്കും. ട്രിഫിൻ ഡിഫൈൻഡ് പ്യുവർ മോണോപോളി ആസ് ദി വൺ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഹോസ് പ്രൊഡക്റ്റ് ഈസ് 0. ട്രിഫിൻ പറയുന്നത് പ്യുവർ മോണോപോളി 1 ആണ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ബിറ്റ്വീൻ ദി പ്രൊഡക്റ്റ് ഓഫ് various firms under perfect competition is infinite and therefore firms under perfect competition enjoy no monopoly power at all. അതായത് അവരുടെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ആരുടെ? പ്യുർ മോണോപോളി അല്ല, പ്യുർ കോമ്പറ്റീഷൻ്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലുള്ള മോണോപോളി പവറും എക്സിറ്റ് ചെയ്യുന്നില്ല. Then the
monopoly having zero cross elasticity of demand enjoys absolute monopoly power. ഈ ഒരു മൊണോപോളിയുടെ കേസിൽ ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സല്യൂട്ട് മോണോപോളി പവറിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ലെസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ദി ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ദി ഗ്രേറ്റർ ദി മോണോപോളി പവർ ആൻഡ് വൈസ് വേഴ്സ. ക്രോസ് ഇലാസ്റ്റിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ മോണോപോളി പവർ കൂടുതലായിരിക്കും. ക്രോസ് ഇലാസ്റ്റിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ മോണോപോളി പവർ കുറവായിരിക്കും. ഈ ട്രിഫിൻസ് മെഷർ 0 to 1 വരെയാണുള്ളത്. 0 എന്ന് പറയുന്നത് മോണോപോളി, ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ മോണോപോളി പവർ എന്താണ്? കൂടുതലാണ്. ക്രോസ് ഇലാസ്റ്റിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ മോണോപോളി പവർ കുറവാണ്. ഈ ഒരു പ്യുവർ കോമ്പറ്റീഷൻ്റെ കേസിൽ 1 ആണ് വരുന്നത്. അതുപോലെ തന്നെ മോണോപോളിയുടെ കേസിൽ 0 ആണ് വരുന്നത്. Next, Bain's measure. Professor J.S. Bain suggested the size of supernormal profit as the degree of monopoly power. Bain എന്താ പറയുന്നത്? മോണോപോളി പവർ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. ഈ യൂസസ് ദി ഡൈവേജൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് എ സി ആസ് ദ മെഷർ ഓഫ് മോണോപോളി പവർ. പ്രൈസും എ സിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എന്തിന് ഡിറ്റർമിൻ ചെയ്യുന്നത്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. Under perfect competition, supernormal profits are competed away with entry of new firms in the industry. So the degree of monopoly power is 0. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. മീൻസ് അവർ നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ ഇൻ ദി ലോങ് റൺ. അതുകൊണ്ട് തന്നെ അവരുടെ മോണോപോളി പവർ 0 ആണ്. Under a monopoly with no threat of entry of the new firms, yet monopoly profits are the largest and the degree of monopoly power is absolute. പക്ഷേ ഈ ഒരു മോണോപോളിയുടെ കേസിൽ അവർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലോങ് റണ്ണിലും അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ മോണോപോളി പവർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്, കൂടുതലാണ്. The degree of monopoly power is small in the case of perfect competition. The greater the threat of the seller, the larger profit he will earn without any threat of new entrants. പുതിയ ഫേംസ് എൻട്രി ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയില്ല. കാരണം പുതിയ ഫേംസ് വന്നുകൊണ്ടേയിരിക്കും, പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ ഒരു ന്യൂ സെല്ലേഴ്സിൻ്റെ ന്യൂ എൻട്രിയുടെ ത്രെഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയുകയും മോണോപോളി പവർ അവിടെ നിലനിർത്താൻ കഴിയുകയും ചെയ്യും. ഇനി റോത്ഷീൽഡ്സ് മെഷർ. The degree of monopoly power as the ratio of the slope of a firm's demand curve to the slope of the industry's demand curve. റോത്ഷീൽഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേംസിൻ്റെ ഡിമാൻഡ് കർവും ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവും തമ്മിലുള്ള സ്ലോപ്പിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോണോപോളി പവർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഡിഗ്രി ഓഫ് മോണോപോളി പവർ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡി ഡി ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ഡി ഡി. സ്ലോപ്പ് ഓഫ് ഡി ഡി എന്ന് പറയുന്നത് ഫേമിൻ്റെ ഡിമാൻഡ് കർവാണ്. ഈ സ്ലോപ്പ് ഓഫ് ഡി ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ഡി കാണിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവാണ്. ഇത് തമ്മിലുള്ള റേഷ്യോ, ഈ ഫേമിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പും ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പും തമ്മിലുള്ള റേഷ്യോയാണ് മോണോപോളി പവർ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് റോത്ഷീൽഡ് പറയുന്നത്. Under PC, the demand curve, perfect competition, the demand curve of the firm is horizontal. Demand curve എന്ന് പറയുന്നത് horizontal ആണ്. So the index equal to 0. Index എന്തായിരിക്കും? Equal to 0 ആയിരിക്കും. Under pure monopoly, there being no differences between firm and industry, so the index equal to unity. ഇവിടെ എന്താണ്? മോണോപോളിയുടെ കേസിൽ ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും ഡിമാൻഡ് കർവ്സ് ഈക്വൽ ആണ്, സെയിം ആണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും സ്ലോപ്പ് ഒന്നായത് കാരണം അവരുടെ ഡിഗ്രി ഓഫ് മോണോപോളി പവർ 1 ആയിരിക്കും. അതുകൊണ്ട് അവർ കൂടുതൽ മോണോപോളി പവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. Therefore, the degree of monopoly power lies between 0 and 1. 0 and 1 ആണ് ഈ ഒരു മോണോപോളി പവറിൻ്റെ ഡിഗ്രി വാല്യൂ എന്ന് പറയുന്നത്. ഏത് പ്രകാരം? റോത്ഷീൽഡ് പ്രകാരം. 0 എന്നുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും 1 എന്നുള്ളത് മോണോപോളിയിലും. ഈ ഒരു റേഷ്യോ ഡിഗ്രി കൂടും തോറും മോണോപോളി പവറും കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇമ്പോസിഷൻ ഓഫ് എ ടാക്സ്. ഒരു ടാക്സ് ഇമ്പോസ് ചെയ്താൽ എങ്ങനെയാണ് മോണോപോളിസ്റ്റിൻ്റെ റെസ്പോൺസ് എന്ന് നോക്കാം. ദി ഇഫക്റ്റ് ഓൺ ദി ഇക്വിലിബ്രിയം ഓഫ് ദി മോണോപോളിസ്റ്റ് ഓഫ് എ ലംസം ടാക്സ്, എ പ്രോഫിറ്റ് ടാക്സ്, എ സ്പെസിഫിക് സെയിൽസ് ടാക്സ്. ഈ 3 ടാക്സും ഇമ്പോസ് ചെയ്യുമ്പോൾ മോണോപോളിസ്റ്റ് ഫേമിന് എന്ത് സംഭവിക്കുന്നു?
Imposition of a lump sum tax. In the case of a monopolist, we need not distinguish between the short run and the long run as did in the purely competitive market. മോണോപോളിസ്റ്റിന്റെ കേസിൽ നമുക്ക് ലോങ് റൺ ഷോർട്ട് റൺ എന്നിങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനില്ല. കാരണം രണ്ട് സമയത്തും അവർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. ബിക്കോസ് ഇൻ ജനറൽ ദി മോണോപോളിസ്റ്റ് റിയലൈസസ് സം എക്സസ് പ്രോഫിറ്റ് ബോത്ത് ഇൻ ദി ഷോർട്ട് റൺ ആൻഡ് in the long run. Under these conditions, the imposition of a lump sum tax will reduce the excess profit of the monopolist because it will increase its total fixed cost. Under the condition of imposition of lump sum tax എന്ത് ചെയ്യുന്നുണ്ട്? Reduce the excess profit of the monopolist. ഈ ഒരു ലംസം ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് ഈ ഒരു മോണോപോളിസ്റ്റിന്റെ എക്സസ് പ്രോഫിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് വിൽ ഇൻക്രീസ് ഇസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? എക്സസ് പ്രോഫിറ്റിൽ കുറവ് വരുന്നുണ്ട്. However, the MC curve of the monopolist will not be affected. ലംസം ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് MC curve യാതൊരു മാറ്റവും വരുന്നില്ല. Hence, the equilibrium in the monopoly market will remain the same even in the long run. ലോങ് റണ്ണിലും ഇക്വിലിബ്രിയം സെയിം ആയിട്ട് വരും. കാരണം MR കട്ട് ചെയ്യുന്നത് പോയിന്റ് ആണല്ലോ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. MC കർവിൽ മാറ്റമില്ലാത്തത് കൊണ്ട് ഇക്വിലിബ്രിയം പോയിന്റിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരില്ല. പ്രൊവൈഡഡ് ദാറ്റ് ദി ലംസം ടാക്സ് ഡസ് നോട്ട് എക്സീഡ് ദി സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഓഫ് ദി മോണോപോളിസ്റ്റ്. അപ്പം എന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റിനേക്കാളും എന്താവില്ല? ലംസം ടാക്സ് എക്സീഡ് ചെയ്യില്ല. Then imposition of a profit tax. Profit tax impose ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? The effect of taxes on the monopoly profit on the equilibrium of the monopolist are the same as in the case of lump sum tax. Lump sum taxന്റെ അതേ സെയിം കേസ് തന്നെയാണ് പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. The profit tax reduces the abnormal profit, but the equilibrium in the market is not affected so long as the profit tax does not bite into the normal profit of the monopolist. Since in this event the monopolist will not be covering total cost and will close down. അതായത് നോർമൽ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും, പ്രോഫിറ്റിനെ അത് അഫക്റ്റ് ചെയ്യും, പക്ഷേ ഇക്വിലിബ്രിയം പോയിന്റിനെ അഫക്റ്റ് ചെയ്യില്ല. ഇനി ഇതിനേക്കാളും എക്സിറ്റ് ചെയ്താൽ പ്രോഫിറ്റിനേക്കാളും ഇവർ ലഭിക്കുന്ന പ്രോഫിറ്റിനേക്കാളും ഈ ഒരു ടാക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനാവില്ല? ഈ ഒരു ബിസിനസ്സിൽ തുടരാൻ കഴിയില്ല, അവർക്ക് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പ്രോഫിറ്റിന്റെ മേൽ ചുമത്തുന്ന ടാക്സ് ആണ് പ്രോഫിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവർക്ക് അവരുടെ പ്രോഫിറ്റിനേക്കാളും കൂടുതലാണ് ഇവർ ടാക്സ് ചുമത്തുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലോസ് ഡൗൺ ചെയ്ത് പോവേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇമ്പോസിഷൻ ഓഫ് എ സെയിൽസ് ടാക്സ്. ഇനി സെയിൽസ് ടാക്സ് പെർ യൂണിറ്റ് സെയിൽസ് ടാക്സ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ദി ഇഫക്റ്റ് ഓഫ് എ സ്പെസിഫിക് ടാക്സ് ഓൺ ദി ഔട്ട്പുട്ട് ഓഫ് ദി മോണോപോളിസ് ആർ ബ്രോഡ്ലി ദി സെയിം വിത്ത് ദോസ് ഇൻ ദ പ്യുവർലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പ്യുവർലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു സെയിൽസ് ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചോ അത് തന്നെയായിരിക്കും ഒരു മോണോപോളിസ്റ്റിന്റെ കേസിലും സംഭവിക്കുന്നത്. ദി ഇമ്പോസിഷൻ ഓഫ് ദി സ്പെസിഫിക് ടാക്സ് വിൽ ഷിഫ്റ്റ് ദി MC കർവ് ഓഫ് ദി മോണോപോളിസ് അപ്വേർഡ്. ഈ ഒരു MC കർവ് എന്ത് ചെയ്യും? അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. വിച്ച് വിൽ റിസൾട്ട് ഇൻ എ ചേഞ്ച് ഓഫ് ഇസ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം പോയിന്റും ചേഞ്ച് ഉണ്ടാവും. In the new equilibrium position, the price will be higher and the quantity smaller as compared with the initial equilibrium. Initial equilibrium കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ന്യൂ ഒരു ഇക്വിലിബ്രിയം സംഭവിക്കുന്നു. കാരണം MC മുകളിലാണ് MR കട്ട് ചെയ്യുക. ആ സമയത്ത് മുകളിലാണ് ഒരു ഓൾഡ് ഇക്വിലിബ്രിയത്തിന് മുകളിലായിട്ടൊരു ന്യൂ ഇക്വിലിബ്രിയം അവിടെ അറൈവ് ചെയ്ത് വരും. ഇനി ആ സമയത്ത് പ്രൈസ് കൂടുകയും ക്വാളിറ്റി ഡിമാൻഡ് കുറയുകയും ചെയ്യും. ദിസ് ഈസ് ദി സെയിം ക്വാളിറ്റേറ്റീവ് പ്രെഡിക്ഷൻ വിത്ത് ദി മോഡൽ ഓഫ് പിയർ കോമ്പറ്റീഷൻ. പിയർ കോമ്പറ്റീഷൻ്റെ അതേ കേസ് തന്നെയാണ്. നമ്മൾ പിയർ കോമ്പറ്റീഷൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എന്ത് പറഞ്ഞോ, ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തോ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ദി ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ദി മോണോപോളിസ് മേ ബി സ്മോളർ, ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദി സ്പെസിഫിക് ടാക്സ് ആസ് ഇൻ ദി കേസ് ഓഫ് പിയർ കോമ്പറ്റീഷൻ. പക്ഷെ പ്രൈസ് എന്താണ്? സ്മോളർ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുകയുള്ളൂ. എന്തിനെ അപേക്ഷിച്ച്? ഈ ഒരു പ്യുവർ കോമ്പറ്റീഷനെ അപേക്ഷിച്ച്. പ്രൈസിൽ എങ്ങനെയും ചേഞ്ച് വരാം, ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദി സ്പെസിഫിക് ടാക്സ്. എത്ര സ്പെസിഫിക് ടാക്സ് ഇമ്പോസ് ചെയ്തോ ആ ഒരു ടാക്സിന് ഈക്വൽ ആയിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്മോളർ ആയിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ടാക്സിനേക്കാൾ കൂടുതലായിട്ടും അവർക്ക് പ്രൈസ് കൂട്ടാം. ഒന്നെങ്കിൽ 10 രൂപയാണ് ടാക്സ് ഇമ്പോസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ 10 രൂപയേക്കാൾ 9 രൂപ വേണമെങ്കിൽ ഇവർക്ക് ഇൻക്രീസ് ചെയ്യാം. ഓൾറെഡി നിലനിൽക്കുന്ന പ്രൈസിനേക്കാൾ കൂടുതലായിട്ട്
9 രൂപയും കൂടെ വാങ്ങാം, അല്ലെങ്കിൽ 10 രൂപയാണ് ടാക്സിന് ഈക്വൽ ആയിട്ടുള്ള 10 രൂപ വാങ്ങാം, അല്ലെങ്കിൽ ടാക്സിനേക്കാൾ മുകളിലായിട്ടുള്ള 11 12 ഏതെങ്കിലും വാങ്ങിക്കാം. 10ന് മുകളിലായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൈസും എക്സ്ട്രാ ചാർജ് ചെയ്യാം. However, in the monopoly market, we do not distinguish between the short run and the long run, since the condition of equilibrium are the same in both periods. ലോങ് റണ്ണും ഷോർട്ട് റണ്ണും ഒരേ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഡിസ്റ്റിങ്ഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. If the MC of the monopolist has a positive slope, the increase in the price will be smaller than the specific tax, as in the case of pure competition. Pure competitionന്റെ കേസ് പോലെ തന്നെയാണ് MC of the monopolistന് എന്താണ് പോസിറ്റീവ് സ്ലോപ്പ് ആണ് ഉള്ളത്. The increase in the price will be smaller than the specific tax. അപ്പം അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ടാക്സിനേക്കാൾ കുറവായിരിക്കും എന്ത് പ്രൈസിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത്. ദി മൊണോപോളിസ്റ്റ് വിൽ പാസ് ദി കൺസ്യൂമർ പാർട്ട് ഓഫ് ദി സ്പെസിഫിക് ടാക്സ്. ഈ സ്പെസിഫിക് ടാക്സിന്റെ ഒരു ഭാഗം അവർ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിന് മേൽ ചുമത്തും, കൺസ്യൂമേഴ്സിന്റെ മേൽ പ്രൈസ് ആയിട്ട് അവർ ചുമത്തും. ഇഫ് ദി MC ഓഫ് ദി മൊണോപോളിസ്റ്റ് ഈസ് ഹൊറിസോണ്ടൽ, MC ഹൊറിസോണ്ടൽ ആണെങ്കിൽ ദി മൊണോപോളിസ്റ്റ് വിൽ റൈസ് ദി പ്രൈസ്, മൊണോപോളിസ്റ്റ് പ്രൈസ് റൈസ് ചെയ്യും, ബട്ട് നോട്ട് ബൈ ദി ഫുൾ എമൗണ്ട് ഓഫ് ദി ടാക്സ് ആസ് ഇൻ ദി കേസ് ഓഫ് പ്യുവർ കോമ്പറ്റീഷൻ. പക്ഷെ അത് ഫുള്ളായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈസ് ചെയ്യാൻ കഴിയില്ല. ഈവൻ വെൻ ഇസ് MC കർവ് ഇസ് ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക്, ദി മൊണോപോളിസ്റ്റ് വിൽ ബിയർ സം എമൗണ്ട് ഓഫ് ദി സ്പെസിഫിക് ടാക്സ്. MC കർവ് ഹൊറിസോണ്ടൽ ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഒരു പാർട്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും ബയേഴ്സിന്റെ മേലിൽ അവർക്ക് ബേർഡൻ വെക്കാൻ കഴിയില്ല. പക്ഷെ MC കർവ് ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ മോണോപോളിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ടാക്സിന്റെ ബേർഡൻ ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. The examination of the condition under which the monopolist can pass the total tax to the consumer by charging a suitably higher price or can raise the price more than the amount of the tax is too complicated to be attempted here. Next one, comparison of pure competition and monopoly. മോണോപോളിയെയും പ്യുർ കോമ്പറ്റീഷനെയും കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് വൺ, കമ്പാരിസൺ ഓഫ് ബേസിക് മാഗ്നിറ്റ്യൂഡ്സ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മാഗ്നിറ്റ്യൂഡിലുള്ള വ്യത്യാസം, അതായത് ലോങ് റൺ ഇക്വിലിബ്രിയം മാഗ്നിറ്റ്യൂഡിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് മോണോപോളി പ്രൈസ് ഹയർ ആയിരിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് അല്ലെങ്കിൽ പ്യുവർ കോമ്പറ്റീഷൻ പ്രൈസ് മോണോപോളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോവർ ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് ആണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ പ്യുവർ കോമ്പറ്റീഷൻ്റെ ഔട്ട്പുട്ട് ഗ്രേറ്റർ ആയിരിക്കും, മോണോപോളിയുടെ ഔട്ട്പുട്ട് ലോവർ ആയിരിക്കും. ദെൻ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ലോങ് റണ്ണിൽ പ്യുവർ കോമ്പറ്റീഷന് ഓൺലി നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ, എന്നാൽ മോണോപോളി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ദെൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണെങ്കിൽ പ്യുവർ കോമ്പറ്റീഷൻ മാക്സിമം പ്ലാന്റിനെ അല്ലെങ്കിൽ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് LACയുടെ ലോവർ പോർഷനിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്, എന്നാൽ മോണോപോളിയുടെ കേസിൽ LACയുടെ ലോവറിംഗ് പാർട്ടിലാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എക്സസ് കപ്പാസിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. Then next one, implications of assumptions for the behavior of the firm. ഫേമിൻ്റെ ബിഹേവിയറിലുള്ള അസംഷൻസിൻ്റെ ഇംപ്ലിക്കേഷൻസിൽ എന്തെല്ലാമാണ്? ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. നമുക്കറിയാം ഡിമാൻഡ് കർവ്, ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്യുവർ കോമ്പറ്റീഷൻ്റെ കേസിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. പക്ഷേ മോണോപോളിയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ദെൻ ഇന്റർ ഡിപ്പെൻഡൻസ്. പ്യുവർ കോമ്പറ്റീഷനിൽ ഫേംസ് എല്ലാം ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു ഫേമിൻ്റെ ഡിസിഷൻ മറ്റൊരു ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ദി ഫേംസ്. പക്ഷേ മോണോപോളി എന്ന് പറയുന്നത് ഒരു ഫേം മാത്രമേ ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് വൈ ഇൻഡസ്ട്രി ഈസ് ഓൾസോ സെയിം ആസ് ഫേം. സോ അവിടെ എന്തില്ല, ഇന്റർ ഡിപ്പെൻഡൻസ് എക്സിസ്റ്റ് ചെയ്യില്ല. There is no interdependence എന്ന് പറയാം. Then policy variable of the firm and main decisions. പോളിസി വാരിയബിളും മെയിൻ ഡിസിഷൻസും എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ പ്രൈസ് ടേക്കർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമിന് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള അധികാരമില്ല, പക്ഷെ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നതിനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. എന്നാൽ മോണോപോളിയുടെ കേസിൽ പ്രൈസും ക്വാണ്ടിറ്റിയും ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒന്നെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാം. ഇതാണ് ഫേമിൻ്റെ ഡിസിഷൻസിൽ വരുന്ന ഡിഫറൻസസ്. ഇതാണ് മെയിനായിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിയും തമ്മിലുള്ള ഡിഫറൻസസ്. നെക്സ്റ്റ്, ദി മൾട്ടി പ്ലാന്റ് ഫേം.
ഒരുപാട് ഫേംസ് മൾട്ടി പ്ലാന്റ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്ന് നോക്കാം. മൊണോപോളിസ് ഓപ്പറേറ്റ്സ് ടു പ്ലാന്റ്സ് എ ആൻഡ് ബി ഈച്ച് വിത്ത് എ ഡിഫറെന്റ് കോസ്റ്റ് സ്ട്രക്ചർ. ഒരു മോണോപോളിസ്റ്റ് എന്ത് ചെയ്യാണ്, എ ബി എന്ന് പറയുന്ന രണ്ട് ഫേംസ് ഡിഫറെന്റ് കോസ്റ്റ് സ്ട്രക്ചർ ഉള്ള ഡിഫറെന്റ് ഫേംസ് ഓപ്പറേറ്റ് ചെയ്യാണ്. ഈ ഹാസ് ടു മേക്ക് 2 ഡിസിഷൻസ്. അവർക്ക് 2 ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ ഡിസിഷൻസ്? ഫസ്റ്റ്ലി, ഹൗ മച്ച് ഔട്ട്പുട്ട് ടു പ്രൊഡ്യൂസ് ഓൾ ടുഗദർ ആൻഡ് അറ്റ് വാട്ട് പ്രൈസ് ടു സെൽ ഇറ്റ് സോ ആസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് രണ്ട് ഫേംസും കൂടെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ഏത് പ്രൈസിൽ വിൽപ്പന നടത്തണം. Then secondly, how to allocate the production of the optimal output between the two plants. Two plantsന്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ഒപ്റ്റിമൽ ഔട്ട്പുട്ടിന്റെ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും മറ്റൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. The monopolist is assumed to know his market demand. മോണോപോളിസ്റ്റിന് അവരുടെ മാർക്കറ്റ് ഡിമാൻഡ് അറിയാം. ആൻഡ് ദി കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ഡിഫറെന്റ് പ്ലാന്റ്സിന്റെ കോസ്റ്റ് സ്ട്രക്ചറും അറിയാം. അപ്പോൾ എന്തെല്ലാം അറിയാം? മാർക്കറ്റ് ഡിമാൻഡ് കർവും അവർക്ക് ഓൾറെഡി അറിയാം, അതുപോലെ തന്നെ കോസ്റ്റ് സ്ട്രക്ചറും അറിയാം. The total MC curve of the monopolist may be computed from the horizontal summation of the MC curves of the individual plants. MC is equal to MC1 plus MC2. ഈ ഒരു രണ്ട് ഫേംസിന്റെയും ടോട്ടൽ എം സി കർവ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഈച്ച് ഫേമിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള MC1 MC2നെ ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ് MC1ന്റെയും MC2യുടെയും. എയുടെ MC ആണ് MC1 എന്ന് പറയുന്നത്, ബിയുടെ MC കർവ് ആണ് MC2 എന്ന് പറയുന്നത്. ഈ MC1ന്റെയും MC2യുടെയും ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ് ടോട്ടൽ MC എന്ന് പറയുന്നത്. ഈ MC എങ്ങനെ കിട്ടും? ഈ MC ആണ് ടോട്ടൽ കോസ്റ്റ്, രണ്ട് ഫേമിന്റെയും കൂടെ ഒരുമിച്ചുള്ള കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് MC ആണ്. അത് MC1നെയും MC2നെയും ഇന്റർസെക്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. The monopolist maximizes its profit by utilizing each plant up to the level which marginal costs are equal to each other and to the common marginal revenue. ഒരു മൊണോപോളിസ്റ്റ് അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യുന്നത്? അവരുടെ പ്ലാന്റിനെ ഏത് ലെവൽ വരെ യൂട്ടിലൈസ് ചെയ്യും? മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു ഈച്ച് അതർ ആൻഡ് ടു ദി കോമൺ മാർജിനൽ റവന്യൂ. അവരുടെ ഓരോരുത്തരുടെയും മാർജിനൽ കോസ്റ്റ് ഒരു കോമൺ മാർജിനൽ റവന്യൂവിനെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് വരെ അവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അവരുടെ മാക്സിമൈസിങ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇഫ് ദി MC in one plant, say plan A, is lower than the marginal cost of plan B. പ്ലാൻ എയുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാൻ ബിയുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും ലോവർ ആണ്. The monopolist would increase his profit by increasing the production in A and decreasing it in B until the condition is fulfilled. അപ്പോൾ എന്ത് ചെയ്യും? എയുടെ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ആണ്, ബിയുടെ കോസ്റ്റ് കൂടുതലാണ്. ആ സമയത്ത് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാം? കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള എ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ബി കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് MC MR സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന കണ്ടീഷനിൽ അവർ പ്രൊഡക്ഷൻ നടത്തും. ഗ്രാഫിക്കലി ദി ഇക്വിലിബ്രിയം ഓഫ് ദി മൾട്ടി പ്ലാന്റ് മോണോപോളിസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. ഇതാണ് എന്ത്? നമ്മുടെ മൾട്ടി പ്ലാന്റ് ഫേമിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് X ആക്സിസിൽ ക്വാണ്ടിറ്റി, Y ആക്സിസിൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ MR കർവ്, ഇതാണ് D or AR കർവ് എന്ന് പറയുന്നത്. ദെൻ MCA, A എന്ന് പറയുന്ന ഫേമിന്റെ MC ആണ് MCA. MCB, B എന്ന് പറയുന്ന ഫേമിന്റെ MC ആണ് MCB എന്ന് പറയുന്നത്. ഇതാണ് കോമൺ MC എന്ന് പറയുന്നത്. MCA പ്ലസ് MCB ആവുമ്പോൾ MC ടോട്ടൽ MC നമുക്ക് കിട്ടും. The total profit maximizing output and its price is defined by the intersection of MC and MR curves. MC MR curveന്റെ intersection ആണ് profit maximizing output and price എന്ന് പറയുന്നത്. From the point of intersection we draw a line parallel to the X axis. നമ്മുടെ MCയും MRും ടാൻജന്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അവിടുന്ന് X ആക്സിസിലേക്ക് ഒരു ലൈൻ വരച്ചാൽ until it intersect the individual MC1 and MC2 curves of the two plants. ഇനി ഇവിടേക്ക് വരയ്ക്കുമ്പോൾ ഇതാണ് ടോട്ടൽ OQ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടോട്ടൽ ഇൻഡസ്ട്രി 2 ഫേംസ് അടങ്ങുന്ന ആ ഒരു 2 ഫേംസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് OK എന്ന് പറയുന്ന
ഔട്ട്പുട്ടാണ്. അത് OM എന്ന് പറയുന്ന പ്രൈസിലാണ് അവരത് സെയിൽ നടത്തുന്നത്. ഇനി ഓരോ ഫേമും എങ്ങനെ അത് സെയിൽ നടത്തുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നു, ഓരോ ഫേമും എത്ര വീതമാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്ന് എങ്ങനെ തീരുമാനിക്കും? ഈ ഇയിൽ നിന്നും വെർട്ടിക്കൽ ആക്സിസിലേക്ക് അല്ലെങ്കിൽ Y ആക്സിസിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ഓരോ ഫേമിൻ്റെയും കോസ്റ്റ് കർവിനെ അത് എവിടെ ടാൻജൻറ്റ് ചെയ്യുന്നുവോ ആ രീതിയിലായിരിക്കും അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി E എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ M എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് MCA എന്ന് പറയുന്ന ഫേമിൻ്റെ കോസ്റ്റ് കർവിൽ ഇവിടെ ടാൻജൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് OQA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും ഫേം A പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടുള്ള OQB എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും ഫേം B പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം MCB എന്ന് പറയുന്നത് ലോവർ ആണ്, ബിയുടെ മാർജിനൽ കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? B കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും A കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. അങ്ങനെയാണ് രണ്ട് ഫേംസ് അല്ലെങ്കിൽ മൾട്ടി പ്ലാന്റ്സ് ഉള്ള സമയത്ത് സംഭവിക്കുന്നത്. At these points, the equilibrium condition MC is equal to MR is equal to MC1 is equal to MC2 is satisfied. ഈ ഒരു പോയിന്റിലാണ് MCയും MRും MC1ഉം MC2ഉം എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ E എന്ന് പറയുന്ന പോയിന്റിൽ. If from these points we draw perpendicular to the x-axis, we will find the level of output that will be produced in each plant. ഇത് നമ്മൾ clearly QA plus QB must be equal to the profit maximizing output Q. ഈ OQA plus OQB എന്ന് പറയുന്നത് അല്ല, OQA plus QA QB എന്ന് പറയുന്നത് OQന് ഈക്വൽ ആയിരിക്കും. OQA plus QA QB is equal to OQ. Then next one, bilateral monopoly. What is bilateral monopoly? Bilateral monopoly is a market consisting of a single seller and a single buyer. ഒരു സിംഗിൾ സെല്ലറും സിംഗിൾ ബയറുമുള്ള ഒരു ഫേമിനെയാണ് ബൈലാറ്ററൽ മൊണോപോളി എന്ന് പറയുന്നത്. അതായത് മോണോപോളിസ്റ്റും മോണോപ്സണിസ്റ്റും. മോണോപോളിസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ സെല്ലർ, മോണോപ്സണിസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബയർ. ഒരു മോണോപോളിസ്റ്റും മോണോപ്സണിസ്റ്റും മാത്രം നിലനിൽക്കുന്ന ഒരു ഫേമാണ് ബൈലാറ്ററൽ മൊണോപോളി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സിംഗിൾ ഫേം പ്രൊഡ്യൂസ്ഡ് ഓൾ ദി കോപ്പർ ഇൻ എ കൺട്രി, ഒരു കൺട്രിയിൽ മൊത്തമായിട്ട് കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഫേം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇഫ് ഓൺലി വൺ ഫേം യൂസ്ഡ് ദിസ് മെറ്റൽ, ഈ മെറ്റൽ യൂസ് ചെയ്യുന്ന ഒരു ഫേമും മാത്രമേ ഒരു കൺട്രിയിലുള്ളൂ. ദി കോപ്പർ മാർക്കറ്റ് വുഡ് ബി എ ബൈലാറ്ററൽ മോണോപോളി മാർക്കറ്റ്. ആ സമയത്ത് ആ കോപ്പർ മാർക്കറ്റ് എന്തായിട്ട് മാറും? ഒരു ബൈലാറ്ററൽ മൊണോപോളി മാർക്കറ്റായിട്ട് മാറും. അതായത് കോപ്പർ എന്ന് പറയുന്ന ഒരു ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേം മാത്രമേ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നുള്ളൂ. അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഫേം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ കോപ്പർ യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഒരു ഫേം മാത്രമേ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു കോപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈലാറ്ററൽ മൊണോപോളിയാണ്. The equilibrium is in such market cannot be determined by the traditional tools of demand and supply. ട്രഡീഷണൽ ഡിമാൻഡും സപ്ലൈ കർവ് വെച്ചിട്ട് നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇക്കണോമിക് analysis can only define the range within which the price will eventually be settled. The precise level of the price, however, will ultimately be defined by non-economic factors such as the bargaining power, skill and other strategies of the participant firms. Economic analysis can only define the range within which the price will eventually be settled. ഏത് പ്രൈസ് ആണ് അവർ സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് ഇക്കണോമിക് അനാലിസിസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രൈസിന്, അങ്ങനെ അവർ സെറ്റ് ചെയ്യുന്ന പ്രൈസിനെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബാർഗെയിനിങ്, ഓരോ ഫേംസിൻ്റെയും ബാർഗെയിനിങ് പവർ, സ്കില്ല്, സ്ട്രാറ്റജീസ് എല്ലാം ആ ഒരു ഫേംസ്, പാർട്ടിസിപ്പൻറ്റ് ഫേംസിൻ്റെ സ്ട്രാറ്റജീസ്, ഇതുപോലുള്ള ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ആ ഒരു പ്രൈസ് ലെവല് എക്സിസ്റ്റ് ചെയ്യുന്നത്. To illustrate a situation of bilateral monopoly, assume that all railway equipment is produced by a single firm and is bought by a single buyer. നമ്മൾ ഒരു എക്സാമ്പിളും കൂടെ എടുക്കുകയാണ്. റെയിൽവേ എക്യുപ്മെന്റ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫേം മാത്രമാണ്. ആ ഒരു സിംഗിൾ ഫേമിന്റെ അടുത്ത് നിന്ന് ഈ റെയിൽവേയുടെ എക്യുപ്മെന്റ്സ് എല്ലാം വാങ്ങുന്നത് ഒരു സിംഗിൾ ബയറും മാത്രമാണ്. അപ്പോൾ അതൊരു ബൈലാറ്ററൽ മൊണോപോളി ആയിട്ട് മാറുന്നുണ്ട്. ബോത്ത് ഫേംസ് ആർ അസ്യൂംഡ് ടു aim at the maximization of their profit. ഈ റെയിൽവേ എക്യുപ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുന്ന ആളും ഈ റെയിൽവേ എക്യുപ്മെന്റ് വാങ്ങിക്കുന്ന ബയറും ഒരു ബയറുടെയും കണ്ടീഷൻ എന്ന് പറയുന്നത്, അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടുപേരും അവരുടെ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്
എന്ത് കൺസിഡർ ചെയ്യാം. ദി ഇക്വിലിബ്രിയം ഓഫ് ദി പ്രൊഡ്യൂസർ monopolist is defined by the intersection of its marginal revenue and marginal cost curve. ഒരു പ്രൊഡ്യൂസർ മൊണോപോളിസ്റ്റിന്റെ മാർജിനൽ കോസ്റ്റ് കർവും മാർജിനൽ റവന്യൂ കർവും ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. He would maximize his profit if he were to produce m quantity of equipment and sell it at the പ്രൈസ് P1. ഒരു മൊണോപോളിസ്റ്റ് എന്ത് ചെയ്യും, ഈ MR ഈസ് ഈക്വൽ ടു MC എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് OM എന്ന് പറയുന്ന കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് റെയിൽവേ എക്യുപ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് OP1 എന്ന് പറയുന്ന പ്രൈസിലായിരിക്കും അത് വിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. However, the producer cannot attain the above profit maximizing position. പക്ഷെ ഒരിക്കലും ആ ഒരു ഫേമിന്, ആ ഒരു മൊണോപോളിസ്റ്റ് ഫേമിന് അത്തര ഒരു സാഹചര്യത്തിൽ OP1 എന്ന് പറയുന്ന പ്രൈസിൽ സെയിൽസ് നടത്താനാവില്ല. ബിക്കോസ് ഹി ഡസ് നോട്ട് സെൽ ഇൻ എ മാർക്കറ്റ് വിത്ത് മെനി ബയേഴ്സ്. അവിടെ ഒരുപാട് ബയേഴ്സ് ഇല്ല, ഒരേ ഒരു ബയർ മാത്രമേ അവിടെ ഉള്ളൂ. ഈച്ച് ഓഫ് ഹൂം വുഡ് ബി അൺഏബിൾ ടു അഫക്ട് ദി പ്രൈസ് ബൈ ഹിസ് പർച്ചേസസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ്, ഈ OP1 എന്നുള്ള പ്രൈസ് ഈ ഒരു ബയർക്ക് ഹാംഫുൾ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു OP1 എന്നുള്ള പ്രൈസിൽ ഒരിക്കലും, ഈ ഒരു ഹയർ പ്രൈസിൽ ഒരിക്കലും ആ ഒരു ബയർ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. The producer monopolist selling to a single buyer who can obviously affect the market price by his purchasing decision. The buyer is aware of his power and being a profit maximizer, he would like to impose his own price terms to the producer. Clearly, the MC curve of the producer represents the supply curve to the buyer. The upward slope of this curve shows that as the monopsonist increases his purchase, the price he will have to pay rises. The MC curve is determined by the condition outside the control of the buyer, and it shows the quantity that the monopolist seller is willing to supply to various prices. The increase in the expenditure of the buyer caused by the increase in purchase is shown by the curve ME. അതായത് മൊണോപോളിസ്റ്റ് ഒരിക്കലും P1 എന്ന് പറയുന്ന പ്രൈസിൽ സെയിൽ നടത്താനാവില്ല. കാരണം ഒരു സിംഗിൾ ബയർ ഉള്ളൂ. അതുകൊണ്ട് മൊണോപ്സണിസ്റ്റ് ആണ് ബയർ എന്ന് പറയുന്നത്. ഈ മൊണോപ്സണിസ്റ്റിന് അവരുടെ പവർ നന്നായിട്ട് അറിയാം. കാരണം ഒരു സിംഗിൾ ബയർ മാത്രമേ ഉള്ളൂ. ആ ബയർ അത് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊണോപോളിസ്റ്റിനെ സംബന്ധിച്ച് അവർക്കും അത് നഷ്ടമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊണോപ്സണിസ്റ്റിന്റെ കോസ്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രൈസ് ആയിരിക്കണം ആരെടുക്കേണ്ടത്, മൊണോപോളിസ്റ്റ് എടുക്കേണ്ടത്. അതുകൊണ്ട് മൊണോപ്സണിസ്റ്റ് എന്ത് ചെയ്യും, അവർക്ക് മൊണോപ്സണിസ്റ്റിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രൈസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കും. മൊണോപോളിസ്റ്റ് ഓൾറെഡി P1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. In other words, curve ME is the marginal cost of equipment for the monopsonist buyer. ഈ ME എന്ന് പറയുന്ന ഈ കർവ് എന്താണ്, ഈ ഒരു മൊണോപ്സണിസ്റ്റിന്റെ, അത് വാങ്ങിക്കുന്ന ആളുടെ എന്താണ് എക്സ്പെൻഡിച്ചർ ആണ്, കോസ്റ്റ് ആണ്, മാർജിനൽ കോസ്റ്റ് ആണ് ME എന്ന് പറയുന്നത്. മൊണോപ്സണിസ്റ്റിന്റെ അല്ലെങ്കിൽ ബയറുടെ മാർജിനൽ കോസ്റ്റ് ആണ് ME എന്ന് പറയുന്നത്. ദി എക്യുപ്മെന്റ് ഈസ് ആൻ ഇൻപുട്ട് ഫോർ ദി ബയർ. ആ ബയറെ സംബന്ധിച്ച് ആ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഇൻപുട്ടാണ്, അവരുടെ റെയിൽവേ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണ് ഈ റെയിൽവേ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. Thus, in order to maximize his profit, he would like to purchase additional unit of X until his marginal outlay is equal to his price. മാർജിനൽ ഔട്ട്ലേ ആയിട്ടുള്ള ME കർവ് പ്രൈസിന് ഈക്വൽ ആവുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യും. ആസ് ഡിറ്റർമിൻ ബൈ ദി ഡിമാൻഡ് കർവ് DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഡിറ്റർമിൻ ചെയ്യുന്നത് പോലെ. അപ്പോൾ B എന്ന് പറയുന്നതാണ് എന്ത്, ഇതുവരെ അദ്ദേഹം എന്ത് ചെയ്യേണ്ടതുണ്ട്, പർച്ചേസ് നടത്തേണ്ടതുണ്ട്. അഡീഷണൽ ഇൻ ഓർഡർ ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ് he would like to purchase additional unit of X until his marginal outlay is equal to his price at B. അല്ലേ, ഈ ഒരു B എന്ന് പറയുന്ന പ്രൈസിൽ ഈ S എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരെ അദ്ദേഹം എന്ത് ചെയ്യേണ്ടതുണ്ട്, സെയിൽസ് നടത്തേണ്ടതുണ്ട്. ഇനി Q എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രൈസും ഇതും ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു, B എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ OQ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അദ്ദേഹം വാങ്ങിക്കാൻ റെഡി ആവുള്ളൂ. ഈ QM എന്ന് പറയുന്നത് ആർക്ക് നഷ്ടമായിട്ട് വരും, നമ്മുടെ മൊണോപോളിസ്റ്റിന് നഷ്ടമായിട്ട് വരും. The equilibrium of the monopsonist is shown by point B in figure. B ആണ് ആരുടെ ഇക്വിലിബ്രിയം, മൊണോപ്സണിസ്റ്റിന്റെ ഇക്വിലിബ്രിയം. E ആണ് മൊണോപോളിസ്റ്റിന്റെ ഇക്വിലിബ്രിയം. അദ്ദേഹം OM വിൽക്കാൻ റെഡിയാണ്, പക്ഷെ വാങ്ങാൻ റെഡി ആയിട്ടുള്ളത് OQ മാത്രമാണ്. ഏത് പ്രൈസിൽ, ഈ P1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിൽ. He would like to purchase Q units of equipment at a price P2. Q എന്ന് പറയുന്ന എക്യുപ്മെന്റ് P2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിലാണ് അദ്ദേഹം വാങ്ങാൻ
റെഡി ആയിട്ടുള്ളത്. ഡിറ്റർമിൻ ബൈ പോയിന്റ് എ ഓൺ ദി സപ്ലൈ കർവ് എം സി. സപ്ലൈ കർവ് എം സിയിൽ എ എന്ന് പറയുന്ന പോയിന്റിന് സമാനമായിട്ടുള്ള പ്രൈസിനാണ് ആര് വാങ്ങാൻ റെഡി ആയിട്ടുള്ളത്? മോണോപ്സണിസ്റ്റ് വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ളത്. പക്ഷേ മോണോപോളിസ്റ്റ് എന്താണ്? P1 എന്ന് പറയുന്ന പ്രൈസിലാണ് വിൽക്കാൻ റെഡി ആയിട്ടുള്ളത്. ഗിവൺ ദാറ്റ് ദി ബയർ വാണ്ട്സ് ടു പേ P2 വൈൽ ദി സെല്ലർ വാണ്ട്സ് ടു ചാർജ് P1. അല്ലെ, ബയർ P2 വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, സെല്ലർ P1 വിൽക്കാനും ആഗ്രഹിക്കുന്നു. Then the two firms will sooner or later start negotiations and will eventually reach an agreement about price, which will be settled somewhere in the range between P1 and P2 depending on the bargaining skill and power of the firms. അതായത് ഈ രണ്ട് ഫേംസുകൾ എന്ത് ചെയ്യും? പിന്നെ ഒരു നെഗോഷിയേഷൻസിലെത്തും. ഒരു എന്താ പറയുക, അവർ രണ്ടുപേരും കൂടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തും. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് P1 P2 ഇടയിൽ ഒരു പ്രൈസ് എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഫിക്സ് ചെയ്യും. ഈ ആർക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് എന്ന് എങ്ങനെ തീരുമാനിക്കും? ആർക്കാണോ നല്ല ബാർഗൈനിങ് സ്കില്ലുള്ളത്, ആർക്കാണോ നല്ല ബാർഗൈനിങ് പവർ ഉള്ളത്, അവർക്ക് കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യും. അങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുക? ഇവരുടെ ഒരു ബൈലാറ്ററൽ മൊണോപോളിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. P1 P2 ഇടയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. പക്ഷെ അതെന്തായിരിക്കണം? മുൻതൂക്കം ചിലപ്പോൾ ബയർക്കോ സെല്ലർക്കോ കിട്ടാം. അതായത് വൺ ബയർക്കും ആയിരിക്കും വൺ സെല്ലറും ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ബയർക്കോ സെല്ലർക്കോ ഏതെങ്കിലും ഒരാൾക്ക് മുൻതൂക്കം കിട്ടാം. പക്ഷെ രണ്ടുപേർക്കും അതൊരു ഫെയർ ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ഒബ്വിയസ് ദാറ്റ് എ ബൈലാറ്ററൽ മൊണോപോളി ഈസ് റയർ ഫോർ കമ്മോഡിറ്റി മാർക്കറ്റ്സ്. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബൈലാറ്ററൽ മൊണോപോളി എന്താണ്? ഒരു റയർ കേസാണ്. ബട്ട് ഈസ് ക്വൈറ്റ് കോമൺ ഇൻ ലേബർ മാർക്കറ്റ്സിൽ. ലേബർ മാർക്കറ്റ്സിലാണ് ഈ ഒരു ബൈലാറ്ററൽ മൊണോപോളി അധികമായിട്ടും സംഭവിക്കുന്നത്. പക്ഷെ കമ്മോഡിറ്റി മാർക്കറ്റിൽ, നമ്മുടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഇത് വല്ലാണ്ട് കാണുന്നില്ല. Where workers are organized in a union and confront a single employers or firms organized in a trade associations. ട്രേഡ് യൂണിയനും ട്രേഡ് അസോസിയേഷനും ഒക്കെ ഫോം ചെയ്തിട്ടുള്ള നമ്മുടെ വർക്കേഴ്സിൻ്റെ ഇടയിൽ ലേബർ മാർക്കറ്റിലാണ് എന്ത് കാണുന്നത്? കോമൺ ആയിട്ടും ബൈലാറ്ററൽ മൊണോപോളി സിറ്റുവേഷന് കണ്ടുവരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് മൊണോപോളിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപോളി. In monopoly, there is a single seller of a product called monopolist. ഒരു മൊണോപോളിയിൽ ഒരു സിംഗിൾ സെല്ലർ ഉണ്ടായിരിക്കും. അതിനെയാണ് മൊണോപോളിസ്റ്റ് എന്ന് പറയുന്നത്. സിംഗിൾ സെല്ലർ ഉള്ള ഒരു മാർക്കറ്റിനെയാണ് മൊണോപോളിസ്റ്റ് എന്ന് പറയുന്നത്. ദി മൊണോപോളിസ്റ്റ് ഹാസ് കൺട്രോൾ ഓവർ പ്രൈസിംഗ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിസിഷൻ. ദ സെറ്റ്സ് പ്രൈസ് ഇൻ എ വേ സോ ദ മാക്സിമം പ്രോഫിറ്റ് ക്യാൻ ബി എൻഡ്. ഈ മൊണോപോളിസ്റ്റിന് അവരുടെ പ്രൈസിന്മേലും ഡിമാൻഡിന്മേലും സപ്ലൈന്മേലും ഒക്കെ ഒരു കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാവും? ഒരു മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനാവും. The monopolist often charges different prices from different consumers for the same product. മൊണോപോളിസ്റ്റിൻ്റെ ഒരു ടെൻഡൻസിയാണ് സെയിം പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഡിഫറെൻറ്റ് പ്രൈസ് വാങ്ങുക എന്നുള്ളത് ഒരു മൊണോപോളിസ്റ്റ് മിക്കപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ദിസ് പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ് ഈസ് കോൾഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഹൊമോജീനിയസ് പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഡിഫറെൻറ്റ് പ്രൈസസ് വാങ്ങുന്ന ആക്ടിവിറ്റിയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. According to Robinson, price discrimination is charging different prices for the same product or same price for the differentiated product. അതായത് ഡിഫറെൻറ്റ് പ്രൈസസ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസസ് വാങ്ങുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സിന്മേൽ സെയിം പ്രൈസ് വാങ്ങുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് ആര് പറയുന്നത്? റോബിൻസൺ പറയുന്നത്. Different prices for different products or same price for different products or same price for same product എന്നുള്ളതാണ് എന്ത് കോൺസെപ്റ്റ്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ
കോൺസെപ്റ്റ്. ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹൊമോജീനിയസ് ആയിരിക്കും. അത്തരം പ്രോഡക്ട്സിൻ്റെ പ്രൈസസ് എന്തായിരിക്കും? അൺഈക്വൽ ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. പക്ഷേ എന്ത് പ്രോഡക്ട്സ് ക്വാളിറ്റി കുറഞ്ഞാലും കൂടിയാലും എന്താണ്, സെയിം പ്രൈസ് തന്നെ ആയിരിക്കും എല്ലാവരുടെ അടുത്തു നിന്നും വാങ്ങിക്കുക. അക്കോർഡിംഗ് ടു സ്റ്റിഗ്ലർ, price discrimination is the sales of various products at prices which are not proportional to their marginal cost. സ്റ്റിഗ്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാരിയസ് പ്രോഡക്ട്സിന് ഡിഫറെൻറ്റ് അതിൻ്റെ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ അല്ലാത്ത, പ്രൊപ്പോർഷണൽ അല്ലാത്ത ഒരു പ്രൈസ് ഈടാക്കുമ്പോഴാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആവുന്നത് എന്നുള്ളതാണ് സ്റ്റിഗ്ലർ പറയുന്നത്. വാരിയസ് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് അവരുടെ മാർജിനൽ കോസ്റ്റിന് പ്രൊപ്പോർഷണൽ അല്ലാതെ വരുന്ന ഒരു അവസ്ഥയെയാണ് സ്റ്റിഗ്ലർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. Then types of discrimination. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് എ കോമൺ പ്രൈസിംഗ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ എ മൊണോപോളിസ്റ്റ് ഹാവിംഗ് ഡിസ്ക്രിഷണറി പ്രൈസിംഗ് പവർ. ദിസ് സ്ട്രാറ്റജി ഈസ് പ്രാക്ടീസ്ഡ് ബൈ ദി മൊണോപോളിസ്റ്റ് ടു ഗെയിൻ മാർക്കറ്റ് അഡ്വാൻറ്റേജ് ഓർ ടു ക്യാപ്ചർ മാർക്കറ്റ് പൊസിഷൻ. മാർക്കറ്റ് പൊസിഷനെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാർക്കറ്റ് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ടും ഈ മൊണോപോളിസ്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് പേഴ്സണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വെൻ ഡിഫറെൻറ്റ് പ്രൈസസ് ആർ ചാർജ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസസ് ഒരേ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നു. ദി ഡിഫറെൻറ്റ് പ്രൈസസ് ആർ ചാർജ്ഡ് അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ് ആസ് വെൽ ആസ് ദെയർ വില്ലിംഗ്നെസ് ടു പർച്ചേസ് എ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അവരുടെ ഒരു ലെവൽ ഓഫ് ഇൻകം അനുസരിച്ച് എന്ത് ചെയ്യാണ്, സെയിം പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യാണ്. അവരുടെ വില്ലിംഗ്നെസ് ടു ആ ഒരു കമ്മോഡിറ്റീനോട് വില്ലിംഗ്നെസ് എത്രയാണെന്ന് നോക്കും. അതുപോലെ തന്നെ ചിലരെ കണ്ടാൽ അവരുടെ ഇൻകം കൂടുതലാണെന്ന് അസ്യൂം ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് കൂടുതൽ വാങ്ങിക്കുക. അത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയാണ് പേഴ്സണൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഡോക്ടർ ചാർജസ് ഡിഫറെൻറ്റ് ഫീസ് ഫ്രം പുവർ ആൻഡ് റിച്ച് പേഷ്യൻസ്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിൽ പുവേഴ്സും ഉണ്ടാവും, റിച്ചും ഉണ്ടാവും. അതിൽ റിച്ചിൻ്റെ അടുത്ത് നിന്നും കൂടുതൽ ചാർജ് വാങ്ങിക്കുകയും പുവറിൻ്റെ അടുത്ത് നിന്നും കുറഞ്ഞ ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടുവരാറുണ്ട്. ഇതൊരു പേഴ്സണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷന് എക്സാമ്പിളാണ്. Next one, geographical price discrimination. It refers to price discrimination when the monopolist charges different prices at different places for the same product. This type of discrimination is also called dumping. ഇത് ഡംപിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് സമാനമാണ്. ഡിഫറെൻ്റ് ഏരിയയിൽ, ഡിഫറെൻറ്റ് പ്ലേസസിൽ, ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഒരേ പ്രോഡക്റ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ, ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ സെയിം പ്രോഡക്റ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസസ് ചാർജ് ചെയ്യുന്നതിനെയാണ് ജോഗ്രഫിക്കൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് യൂസിൽ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് നോക്കാം. ഒക്കേഴ്സ് വെൻ ഡിഫറെൻറ്റ് പ്രൈസസ് ആർ ചാർജ്ഡ് അക്കോർഡിംഗ് ടു ദി യൂസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ യൂസ് അനുസരിച്ച് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ആൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ബോർഡ് ചാർജസ് ലോവർ റേറ്റ്സ് ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹയർ റേറ്റ്സ് ഫോർ കൊമേഴ്ഷ്യൽ കൺസംഷൻ. ഡൊമസ്റ്റിക് കൺസംഷനും കൊമേഴ്ഷ്യൽ കൺസംഷനും സെയിം കൺസംഷനാണ്, മീൻസ് സെയിം ലെവൽ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് KSEB അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് എപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്, ലോവർ റേറ്റ്സ് ആണ് ചാർജ് ചെയ്യാറുള്ളത്. പക്ഷേ കൊമേഴ്ഷ്യൽ പർപ്പസിനാവുമ്പോൾ, കൊമേഴ്ഷ്യൽ കൺസംഷൻ ആവുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് താരതമ്യേന ഹയർ ആയിട്ടാണ് ഈടാക്കാറുള്ളത്. ഇത് ഓൺ ദി ബേസിസ് ഓഫ് യൂസിൽ വരുന്ന ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ദെൻ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡിഗ്രീസ്. Price discrimination has become widespread in almost every market. ACPIGO has distinguished between the following three types of price discrimination on another ground. അപ്പം ACPIGO ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അനലൈസ് ചെയ്ത ഡിഗ്രീസ് 3 ടൈപ്സ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇനി എന്താണ് ഇവ മൂന്നുമെന്ന് നോക്കാം.
First degree price discrimination. എന്താണ് first degree price discrimination? It refers to a price discrimination in which a monopolist charges the maximum price that each buyer is willing to pay. ഓരോ ബയറുടെയും willingness to pay അനുസരിച്ച് മാക്സിമം ചാർജ് ആണ് ഒരു മൊണോപോളിസ്റ്റ് ഈടാക്കുക. This is also known as perfect price discrimination as it involves maximum exploitation of consumers. ഇത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഇത്തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒരു കൺസ്യൂമറെ എന്ത് ചെയ്യും, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവർ എത്രയാണോ ആ ഒരു പ്രോഡക്റ്റിന് നൽകാൻ റെഡി ആയിട്ടുള്ള വില അത് മൊത്തമായിട്ട് ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, വലിച്ചെടുക്കും. ഇൻ ദിസ് കൺസ്യൂമേഴ്സ് ഫെയിൽ ടു എൻജോയ് എനി കൺസ്യൂമർ സർപ്ലസ്. ഇതിലെന്തില്ല, കൺസ്യൂമർ സർപ്ലസ് ഒട്ടും തന്നെ ഈ ഒരു അവസ്ഥയിൽ ലഭ്യമാവില്ല. കാരണം കൺസ്യൂമറെ വില്ലിങ് ആവാൻ റെഡി ആയിട്ടുള്ള എല്ലാ പ്രൈസും ആര് മനസ്സിലാക്കും, പ്രൊഡ്യൂസർ മൊണോപോളിസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ പ്രൈസ് അവരുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഗ്രി ഈസ് പ്രാക്ടീസ്ഡ് ബൈ ലോയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്. ലോയേഴ്സും ഡോക്ടേഴ്സും ആണ് മെയിൻലി ഇത് ചാർജ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡിമാൻഡ് കേർവ് ആണ്. OP എന്നുള്ളതായിരിക്കും ആക്ച്വലി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കൺസ്യൂമർ ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടി OD എന്ന് പറയുന്ന പ്രൈസ് കൊടുക്കാൻ വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വില്ലിങ് മീൻസ് അവരുടെ വില്ലിങ്നെസ് അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ട് ആര് മനസ്സിലാക്കും, ഈ മൊണോപോളിസ്റ്റ് മനസ്സിലാക്കും ഇങ്ങനെ റെഡിയാണ് എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു OPനേക്കാളും മുകളിലായിട്ടുള്ള ഈ OD എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് അവർ ഈടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ കൺസ്യൂമർ സർപ്ലസും അവിടെ നിന്നും അപ്രത്യക്ഷമാകും. നോ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കൺസ്യൂമർ സർപ്ലസും എന്തെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റില്ല, കൺസ്യൂമറിന് പറ്റില്ല. Then second degree price discrimination. It refers to a price discrimination in which buyers are divided into different groups and different prices are charged from these groups depending upon what they are willing to pay. Different groupsന്റെ അടുത്ത് നിന്നും different പ്രൈസ് വാങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. റെയിൽവേസ് ആൻഡ് എയർലൈൻസ് പ്രാക്ടീസസ് ദിസ് ടൈപ്പ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. റെയിൽവേസും എയർലൈൻസും ഒക്കെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഒരു മാർക്കറ്റിനെ സബ് മാർക്കറ്റ്സുകളായിട്ട് തിരിക്കാൻ, സബ് മാർക്കറ്റ് A, സബ് മാർക്കറ്റ് B, സബ് മാർക്കറ്റ് C, സബ് മാർക്കറ്റ് D എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഓരോ പ്രൈസും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ആദ്യം OP1 ചാർജ് ചെയ്യുന്നു, ദെൻ OP1 സെയിം പ്രോഡക്റ്റിനാണിത്, OP1 ചാർജ് ചെയ്യുന്നു, OP2 ചാർജ് ചെയ്യുന്നു, OP3 ചാർജ് ചെയ്യുന്നു. അങ്ങനെ സെയിം പ്രോഡക്റ്റിനെ ഡിഫറെൻറ്റ് പ്രൈസസ് ആണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ അടുത്ത് നിന്നും ചാർജ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. Then the last one is third degree price discrimination. It refers to a price discrimination in which the monopolist divides the entire market into sub-markets and different prices are charged in each sub-market. ഒരു മാർക്കറ്റിന് ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ്സ് ആയിട്ട് തിരിച്ചിട്ട് ആ സബ് മാർക്കറ്റ്സിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നതിനെയാണ്, അതായത് ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നതിനെയാണ് third degree price discrimination എന്ന് പറയുന്നത്. Therefore, third degree price discrimination is also termed as market segmentation. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ഈ ഒരു A, B എന്ന് പറയുന്ന സബ് മാർക്കറ്റ്സിൽ OP എന്ന് പറയുന്ന പ്രൈസ് ആയിട്ട് തിരിച്ചു. ദെൻ നെക്സ്റ്റ് വരുമ്പോൾ OP1 ആയിട്ട് അത് ഉയർത്തി. അങ്ങനെ ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നു, സെയിം പ്രോഡക്റ്റിന് വേണ്ടി ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നെസസറി കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെസസറി ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? ഫസ്റ്റ്, എക്സിസ്റ്റൻസ് ഓഫ് മൊണോപോളി. മൊണോപോളിയുടെ എക്സിസ്റ്റൻസ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ സപ്ലയർ ക്യാൻ ഡിസ്ക്രിമിനേറ്റ് പ്രൈസസ് ഓൺലി വെൻ ദർ ഈസ് മൊണോപോളി. മൊണോപോളി നിലനിന്നാലേ എന്ത് ചെയ്യാനാവൂ? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ദി ഡിഗ്രി ഓഫ് ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിഗ്രി ഓഫ് മൊണോപോളി ഇൻ ദി മാർക്കറ്റ്. മൊണോപോളി പവറിനനുസരിച്ചാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡിഗ്രി തീരുമാനിക്കുന്നത്. ഹയർ മൊണോപോളി പവർ ഉള്ള ഒരു മാർക്കറ്റിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നതും ഹയർ ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് സെപ്പറേറ്റ് മാർക്കറ്റ്. മാർക്കറ്റ് സെപ്പറേറ്റ് ആയിരിക്കണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദർ മസ്റ്റ് ബി 2 or more മാർക്കറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ഫോർ ഡിസ്ക്രിമിനേറ്റിംഗ് പ്രൈസസ്. ഈസിലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 മാർക്കറ്റ്സ് എങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം.
The buyer of one market cannot move to another market and goods sold in one market cannot be resold in another market. അതായത് ഒരു കൺസ്യൂമറിന് ഒരു മാർക്കറ്റിൽ നിന്നും മറ്റൊരു മാർക്കറ്റിലേക്ക് വളരെ പെട്ടെന്ന് മൂവ് കഴിയാൻ പാടില്ല. അതായത് പെട്ടെന്ന് തന്നെ രണ്ട് മാർക്കറ്റിലും ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രൈസ് നോക്കിയിട്ട് ആ ഒരു ബയർക്ക് എന്ത് ചെയ്യാനാവരുത്, മൂവ് ചെയ്യാൻ ആവരുത്. ഇനി അതുപോലെ തന്നെ മാർക്കറ്റ് കനോട്ട് ബി റീസോൾഡ് ഇൻ അനദർ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് മറ്റൊരു മാർക്കറ്റിൽ റീസോൾഡ് വീണ്ടും വിൽപ്പന നടത്താൻ കഴിയാൻ പാടില്ല. അതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന്. Then no contact between buyers. Buyers തമ്മിൽ ഒരു കോണ്ടാക്റ്റും പാടില്ല. It refers to one of the most important condition for price discrimination. A supplier can discriminate price if there is no contact between buyers of different markets. If buyers in one market come to know that prices charged in another market are low, they will prefer to buy it in other markets and sell in on markets. The monopolist should be able to separate markets and avoid reselling in these markets. ബയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായാൽ സെയിം പ്രോഡക്റ്റിന് ഏറ്റവും കുറഞ്ഞ വിലക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടെത്തുകയും അങ്ങനെ ആ ഒരു കുറഞ്ഞ വിലയിൽ വിൽക്കുന്ന മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ഈ ഒരു ഹയർ ആയിട്ട് വിൽക്കുന്ന മാർക്കറ്റിൽ പോയി വിൽപ്പന നടത്തുകയും ചെയ്യും. അപ്പം അത് മോണോപോളിസ്റ്റിൻ്റെ പ്രോഫിറ്റിനെ ബാധിക്കും. അതുകൊണ്ട് എന്താവാൻ പാടില്ല, ബയേഴ്സ് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ദി മാർക്കറ്റ് ഷുഡ് ഡിഫർ ഫ്രം ഈച്ച് അതർ. ഇൻ മാർക്കറ്റ്സ് വിത്ത് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലോ പ്രൈസ് വിൽ ബി ചാർജ്ഡ്, whereas in markets with a low elasticity of demand high prices will be charged. Price discrimination fails in case of markets having same elasticity of demand. Same elasticity of demand നിലനിൽക്കുന്ന മാർക്കറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യാനാവില്ല, ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാനാവില്ല. ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉള്ള മാർക്കറ്റിൽ ലോവർ പ്രൈസും ലോവർ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉള്ള മാർക്കറ്റിൽ ഹയർ പ്രൈസുമാണ് ഈടാക്കാറുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.